സമരപ്പന്തലിൽ നിന്ന് പോലീസ് പൊളിച്ചുമാറ്റിയ ടാർപോളിൻ വീണ്ടും കെട്ടിയ ആശാവർക്കർമാർ. പുലർച്ചെ 3 മണിക്കാണ് പോലീസ് ടാർപോളിൻ അഴിപ്പിച്ചത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മഴയത്തും ആശാവർക്കർമാർ പ്രതിഷേധം തുടർന്നു. ആശാവർക്കർമാർക്ക് പിന്തുണയറിയിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിലെത്തി. സമരത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. ഇന്നലെ എന്തോ ടാർപോളിൻ പൊളിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഞാൻ അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷേ അവരുടെ സമരത്തിൻ്റെ വീര്യം കുറച്ച് കടുപ്പമാണ്. അല്ല, അതൊക്കെ സർക്കാർ സംവിധാനത്തിൻ്റെ തീരുമാനം, അതൊന്നും ചോദ്യം ചെയ്യാനില്ല ഞാൻ വന്ന്. അവർക്ക് അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ. അപ്പോൾ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. ഈ പ്രശ്നപരിഹാരത്തിന് ഏത് തരത്തിലുള്ള ഇടപെടലാണ് സംസാരിക്കണം. പ്രധാനമന്ത്രിയുടെ സംസാരിച്ച് എന്താണെന്ന് നോക്കണം. ഇത് എവിടെയൊക്കെ ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നു, ഒരു പരിഹാരം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, ആശാ പ്രവർത്തകർക്ക് മഴ നനയാതിരിക്കാൻ ഒരു ടാർപോളിൻ പോലും ഇല്ലാത്ത അവസ്ഥ ഇന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം പോസിറ്റീവായ കാര്യം, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും ഒക്കെ രാജ്യവ്യാപകമായുള്ള സമരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിക്കായി ഇടപെടുമെന്നുള്ള സുരേഷ് ഗോപിയുടെ സമരപ്പന്തലിലെത്തിയുള്ള ഉറപ്പാണ്. ഇന്നത്തെ സമരം അത് അടുത്ത ദിവസങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ തുടരുകയല്ലേ ആശമാർ? ഉറപ്പായിട്ടും സുജിയ, തിരുവനന്തപുരത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. പക്ഷേ വീര്യം കുറയാതെ തന്നെ ആശാപ്രവർത്തകർ ഇപ്പോഴും സമരം തുടരുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ മഴ പെയ്തപ്പോഴാണ് ഇവർ ഇങ്ങനെ ടാർപോളിൻ കെട്ടി ഈ സമരപ്പന്തലിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് പോലീസ് എത്തുകയും ടാർപോളിൻ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നത് എന്നതാണ് ആശാവർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുകയും കൃത്യമായി ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന കാര്യം പറഞ്ഞത്. JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും, വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയോട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത്. ആ സമയത്താണ് ഈ ടാർപോളിൻ കെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശാവർക്കർമാർ സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് കുടയും ഒപ്പം തന്നെ ഈ റെയിൻകോട്ടും ഒക്കെ സുരേഷ് ഗോപി വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും മഴ കനത്തതോടെയാണ് ഇപ്പോൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു ടാർപോളിൻ വീണ്ടും കെട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസ് വന്ന് ഇവരോട് പൊളിച്ചു മാറ്റാനുള്ള ആവശ്യം പറഞ്ഞെങ്കിൽ പോലും നിലവിൽ തയ്യാറായിട്ടില്ല. പക്ഷെ പോലീസ് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് തന്നെ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നതാണ്. നിലവിൽ ഏതായാലും സമരം കടുപ്പിക്കുമെന്നതിൽ സംശയമില്ല. സമരം 21-ാം ദിവസമാണ് ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണുന്നത്.